ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ബക്കറ്റ് ലിസ്റ്റ്. ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനും എന്റെ പപ്പയും എന്റെ മമ്മിയും കൂടി ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ പോവാണ്. പുതിയതായിട്ട് കല്യാണം കഴിക്കുന്ന ഒരു ആൾക്ക് കൊടുക്കാനുള്ള ടിപ്സ് അതായിരിക്കും എന്റെ അപ്പനും അമ്മ ഇന്ന് എനിക്ക് തരുന്നത്. പപ്പ, ദാമ്പത്യ ജീവിതത്തിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഒന്ന് ക്യാമറ ഷൈ ആണ്, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് ട്രെയിനില് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, വെൽക്കം ബാക്ക് ഗൈസ്. മമ്മി, ഒരു ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്താണ്? ഒരു ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്താണ്? സ്നേഹം. റാൻഡംലി നമ്മൾ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്ത അങ്കിളിനോട് ചോദിക്കാൻ പോകും. அது வந்து ஒரு சக்சஸ்ஃபுல் கல்யாணத்துக்காக என்ன வேணும்? ഒരു ടിപ്പ് சொல்லுங்க. ഒത്തിരി ക്ഷമ വേണം. പേഷ്യൻസ്. ഹസ്ബൻഡ് വൈഫായി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പിണക്കവും വഴക്കും ഒക്കെ വരും. അപ്പൊ നമുക്ക് പേഷ്യൻസ് കൂടുതൽ വേണം. എനിക്കറിഞ്ഞ് ഇതേ ഉള്ളൂ. മനസ്സ് വേണം. പൈസ എപ്പോഴും സമ്പാദിച്ചിക്കണം. மனசு ஊத்தாச்சுன்னா யாரும் நம்மளை அசைக்க முடியாது. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു? இதுல மேரேஜ் முடிகிற வரைக்கும் பொண்ணு கூட பேச மாட்டாங்க. மாட்டாங்க. இப்ப ஹலோ மேரேஜுக்கு முன்னாலே நல்லா பேசுறாங்க, சண்டையும் போட்டுக்கிறாங்க. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ടെറസിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ബേസിക്കലി ഇത് കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി എൻ്റെ അനിയൻ കല്യാണം കഴിച്ചാണ് സ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി. അപ്പോൾ ഇവിടുത്തെ പ്രദേശം, ഇവിടുത്തെ ക്ലൈമറ്റും മൊത്തം ചുറ്റുപാടും ഭയങ്കര അടിപൊളിയാണ് കാണാൻ. എനിവേസ്, ഇത് വെറുതെ നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നതാ. അടുത്ത ആളോട് നമുക്ക് ചോദിക്കണം, നല്ലൊരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ചോദിക്കാം. നല്ലൊരു ദാമ്പത്യ ജീവിതം വേണമെങ്കിൽ അതിന് വേണ്ട ഒരു നല്ലൊരു ടിപ്പ്. ആദ്യമേ മനസ്സിലാക്കുക, സ്നേഹിക്കുക, പിന്നെ വിട്ടുവീഴ്ചകൾ ചെയ്യുക. ഏറ്റവും നന്നായിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യുക. അതായത് എന്താ പറയാ, കോംപ്രമൈസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും നമുക്ക് ചെയ്യുമല്ലോ. പറയാ എന്താണ്? എന്റെ അഭിപ്രായത്തില് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര വിശ്വാസം, സഹകരണം, സ്നേഹം, പിന്നെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും ഒരു അതായത് ഒരു വിട്ടുവീഴ്ച, എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ തെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പരസ്പരം ക്ഷമിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ബേസിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോ വി ആർ ഓൺ റൂട്ട് ഫ്രം കാഞ്ഞിരപ്പള്ളി ടു കൊച്ചി. എൻ്റെ കൂടെ രണ്ട് അടിപൊളി മനുഷ്യന്മാരിയ്ക്കുന്നുണ്ട്. അവരെ അതുപോലത്തെ ഒരു ക്യാരക്ടർ നിങ്ങൾ ലാൽ ജോസ് സാറിന്റെ പടത്തിൽ കണ്ടിട്ടുണ്ടാവും. അവർ പറയുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് റെസ്റ്റ് വേണം, അവരെ വീഡിയോസിൽ ഇൻവോൾവ് ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സോ റെസ്പെക്ടിങ് ദെയർ പ്രൈവസി, നമുക്ക് ഈ വണ്ടി ഓടിക്കുന്ന ആളുടെ സൈഡിലിരിക്കുന്ന ആളോടും ചോദിക്കാം. ഓക്കെ, ദിവ്യ, മാരിഡ് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്താണ് ദിവ്യയുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത്, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 1.5 മാസം ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് പരസ്പര ബഹുമാനം അല്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. ലവ് ഒക്കെ ഓക്കെയാണ്, ബാക്കി സപ്പോർട്ട്, അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ കൂടുതലായിട്ടും റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം
വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കാം. ഇപ്പൊ എല്ലാരും പറയും കമ്മ്യൂണിക്കേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ആൾക്കാരുടെ റിക്വയർമെന്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇഫ് യു ഡോണ്ട് ടോക്ക് ടു ദം ആൻഡ് ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ റിക്വയർ എവറി ഡേ, ആ ഗ്യാപ്പ് ആയിരിക്കും creates a rift. So you always need to keep communicating. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വ്ളോഗിലൂടെ എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ നന്നായി, മനസ്സിലായില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, എടുത്താൽ മതി. പക്ഷെ എന്തെങ്കിലും എവിടെയെങ്കിലും പഠിക്കാൻ പറ്റിയേ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയേ അല്ലെങ്കിൽ അറിയാൻ പറ്റിയ അടിപൊളി. അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിത് ഫസ്റ്റ് ടൈമാണ്, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ കുറെ സർവേ ഒക്കെ എടുക്കുന്നത്. അപ്പോ ഹോപ്പ്ഫുള്ളി ഓൾ ഓഫ് ദിസ് ഹെൽപ്സ്. വേറെന്താ, ഇനിയും കൂടുതൽ ബക്കറ്റ് ലിസ്റ്റുമായി ആഡ്സ് ആന്റണി വരുന്നതായിരിക്കും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പപ്പ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.